മലബാർ സഭ കുർബാന തർക്കത്തിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. സിനഡ് കുർബാന അർപ്പിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന കോടതി വിധി നടപ്പാക്കുന്നില്ലെന്നാണ് പരാതി. കോടതി അലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് മാർത്തോമ നസ്രാണി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വാസികളാണ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി ആസിഫാണ് ചേരുന്നത്. ആസിഫ്, ഈ ഹർജിയിൽ ഇപ്പോൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊരാവശ്യം മാത്രമാണോ മുന്നോട്ട് ഉയരുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വിഭാഗമാണ്, ഈ കൂട്ടായ്മയിലെ ഒരു വിഭാഗം വിശ്വാസികളാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിശ്വാസി കൂട്ടായ്മയുടെ പൊതു നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? സേതുലക്ഷ്മി, ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടത് വിശ്വാസികളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി രണ്ട് തട്ടിലുണ്ട്. അതായത് ഈ വൈദികരെ ഭൂരിപക്ഷം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ അനുകൂലിക്കുന്ന അതിരൂപത സംരക്ഷണ സമിതി പോലൊരു കൂട്ടായ്മ, അതോടൊപ്പമാണ് നേരത്തെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്ന വിഭാഗം. ആ ഒരു വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ അടക്കം പിന്തുണയ്ക്കുന്ന വിഭാഗമാണ്. അവർ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ബോസ്കോ പുത്തൂർ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിനെ അടക്കം പിന്തുണയ്ക്കുന്ന ഈ വിശ്വാസികളുടെ വിഭാഗം ഇപ്പോൾ അവർ ആ നിലപാടാണുള്ളത്. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിരൂപതാ സംരക്ഷണ സമിതി അടക്കമുള്ള വൈദികരെ പിന്തുണയ്ക്കുന്ന വിഭാഗവും സ്വാഭാവികമായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ബോസ്കോ പുത്തൂരിനെ അടക്കമുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടാണ്. അതിപ്പോൾ രണ്ട് വിഭാഗം ആളുകളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരിന് എതിരെയുള്ള നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ നമുക്കറിയാം, വൈദിക സമിതി യോഗത്തിന് ശേഷം ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിരൂപത സംരക്ഷണ സമിതി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഈ ബോസ്കോ പുത്തൂർ അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും സംയുക്തമായി പുറപ്പെടുവിച്ച ഈ ഒരു സർക്കുലർ, ആ സർക്കുലർ അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല ഉള്ളത്, അത് തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പമാണ് സ്വാഭാവികമായും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ എതിർക്കുന്ന വിഭാഗം ഇപ്പോൾ കോടതിയിൽ ഈ ഒരു നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റീവായ ബോസ്കോ പുത്തൂർ ശ്രമിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിശ്വാസികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് തട്ടിലുണ്ട്. ആ രണ്ട് തട്ടിലുള്ള വിശ്വാസികളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബോസ്കോ പുത്തൂരിനെ അടക്കമുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മാർത്തോമ നസ്രാണി സംഘമാണ് ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൽ ഇപ്പോൾ ബോസ്കോ പുത്തൂർ അടക്കമുള്ളവർ കൃത്യമായി വീഴ്ച വരുത്തുന്നു. അതുകൊണ്ട് നടപടികളിലേക്ക് പോകണമെന്നൊരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം അത് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ജൂലൈ 3 മുമ്പ് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം അത് സ്വാഭാവികമായും മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും വിശ്വാസികളും അടക്കമുള്ളവരുള്ളത്. നേരത്തെ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് നമുക്കറിയാം. അത് തെരുവിലേക്കടക്കം അത്തരത്തിൽ അതിൻ്റെ ആ ഒരു വഴക്ക് അത് തെരുവിലേക്കടക്കം നീണ്ടു നിൽക്കുകയും പിന്നീട് താൽക്കാലികമായി ചില ദേവാലയങ്ങളടക്കം അടച്ചിരുന്നതിലേക്ക് അടക്കം നടപടികൾ പോയിരുന്നു. അതേ സാഹചര്യം തന്നെ വന്ന് ചേരുമെന്നൊരു വിലയിരുത്തലാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുക. സേതുലക്ഷ്മി. ശരി ആസിഫ്, എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന തർക്കം അത് പുതിയ തലത്തിലേക്ക് പോകുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വന്നപ്പോൾ അത് നീണ്ടതാണ്, അത് എല്ലാ സീമകളും ലംഘിച്ച് തെരുവിലേക്ക് നീണ്ടതാണ്. ആ സംഘർഷം അത്തരത്തിലുള്ളൊരു സാഹചര്യമാണോ വീണ്ടും ഉടലെടുക്കുക എന്ന കാര്യമാണ് ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. എന്താണെങ്കിലും 3-ാം തീയതി അന്ന് കുർബാന നടക്കുമ്പോൾ അറിയാം, കുർബാന നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഇനി ആകാംക്ഷയായിട്ട് നിലനിൽക്കുന്നത്. ആസിഫാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.